കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. ഈ പ്രോബ്ലം എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നിഫിക്കേഷൻ ആണ്. എല്ലാ കുട്ടികളും വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ പാഠപുസ്തകം അടുത്ത് വയ്ക്കുക. നമുക്ക് പൂരിപ്പിക്കാൻ കുറച്ച് ഭാഗങ്ങളുണ്ട്, അതൊക്കെ പൂരിപ്പിക്കാം. നമ്മുടെ എക്സാം മാർച്ച് 17 കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാ കുട്ടികളും അറ്റ്ലീസ്റ്റ് 1.5 മണിക്കൂറെങ്കിലും ഓരോ വിഷയത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടവയായിട്ടുള്ളത് നിങ്ങൾ പഠിക്കണം. കാരണം വലിയ ഇല്ലാത്ത ഒരു പരീക്ഷയായിരിക്കും. വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രധാനപ്പെട്ടവ പഠിക്കുക. മിറർ ഇക്വേഷനൊക്കെ എഴുതി തന്നെ പഠിക്കുക. അത് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ചോദിക്കുകയുള്ളൂ. വലിയ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളതൊന്നും ചോദിക്കത്തില്ല. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. എന്താണ് മാഗ്നിഫിക്കേഷൻ? നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ സമയം കളയേണ്ട. ഇതൊരു പരീക്ഷണമാണ്. ഇപ്പോൾ പരീക്ഷണമാകുമ്പോൾ നമ്മളിവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് പരീക്ഷണം വെച്ചിട്ട് ഈ V/U HI/HO എന്ന് തെളിയിക്കാനുള്ള ഒരു പരീക്ഷണമാണ്. കാരണം മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷനാണ് HI/HO കേട്ടോ, മറന്നു പോകരുത്. മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷനാണ് ഈ കാണുന്ന HI/HO. ഇതാണ് മാഗ്നിഫിക്കേഷൻ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അത് ഒരു പരീക്ഷണത്തിലൂടെ തെളിയിക്കുകയാണിത്. അതായത് ഒരു 20 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു മിററിൽ ഡിസ്റ്റൻസ്, നമ്മളൊരു ഡിസ്റ്റൻസ് വെക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇമേജ് എവിടെയാണെന്നുള്ളത് കാണുന്നു. അതിനെ V/U കാണുന്നു. ആ വെക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യുന്നു, ഇമേജിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യുന്നു. അപ്പം ഈ V/Uവും ഓക്കെ, ഈ V/Uവും ഏത് V/U? ഈ V/Uവും ഈ HI/HOയും ഈക്വൽ ആണെന്ന് തെളിയിക്കാനുള്ളൊരു പരീക്ഷണമാണ്. ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഈ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ വസ്തുവിനെ സിയിൽ വെച്ചു. സിയിൽ വെക്കുക എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ ആണല്ലേ. അതായത് ഫോക്കൽ ലെങ്ത് 20 ആണെങ്കിൽ സിയിലേക്കുള്ള ദൂരം എത്രയായിരിക്കും? 40 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. അതാണ് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം U അല്ലേ. സിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണോ? ഇതാണ് സി, ഇത് കണ്ടോ, ഇതാണ് സി. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നോക്കി, ഇപ്പോൾ ഇവിടെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ അല്ലേ. ഇതാ ഈ 15 സെൻറ്റിമീറ്റർ അല്ലേ. ഇവിടെ ആ സിയിൽ വെച്ചപ്പോൾ എത്രയാണ് ഡിസ്റ്റൻസ്? 30 സെൻറ്റിമീറ്റർ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 20 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു കോൺകേവ് മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 40 ആയിരിക്കും. ഇനി സിയിൽ വെച്ച് കഴിഞ്ഞാൽ എവിടെ തന്നെയാണ്? സിയിൽ തന്നെയാണ്. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് എത്ര തന്നെയാണ്? 40 ആണ്. ഇവിടെ ഞാൻ സൈൻ കൺവെൻഷൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി V/U 40/40 എത്രയാണ്? 1. അതുപോലെ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ് സങ്കല്പിക്കുക. 5 സെൻറ്റിമീറ്റർ ആണ് സങ്കല്പിക്കുക. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 5 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്ര തന്നെയായിരിക്കും? 5 ആയിരിക്കും. ഈ ഒരു കേസിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. കാരണം എന്താ? ഹൈറ്റ്, അതായത് സെയിം സൈസ്. സിയിൽ വെച്ചാൽ സെയിം സൈസ് കേട്ടോ. ഇതാണ് നമ്മുടെ സി എന്നെങ്കിൽ, ഇത് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇമേജും ഈ സിയിൽ തന്നെ വരും. അപ്പോൾ സെയിം ഹൈറ്റുമാണ്, സെയിം ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 5/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. ഇവിടെ എത്ര കിട്ടിയ? 1. അപ്പോൾ ഇതും 5, ഇത് 1, ഇതും 1. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ്? ഡസ് ഇറ്റ് ഹാവ് എനി റിലേഷൻ ബിറ്റ്വീൻ V/U അല്ലേ? HI/HOയും ഈ HI/HOയും V/Uവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവും ഇരിക്കുന്നത്. ഇതിനെല്ലാം നമ്മൾ ഓരോ പരീക്ഷണത്തിലൂടെ ഈ അളവുകളെല്ലാം എടുത്ത് എഴുതുവാണെങ്കിൽ നമുക്ക് ഈ V/U ഈ കോളത്തിലും ഏകദേശം ഒരു ശരാശരി ആവറേജ് വാല്യൂ ഈക്വൽ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു 3 ആണെങ്കിൽ ഏകദേശം ഇവിടെ 3യോട് അടുത്തൊരു വാല്യൂ. ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്ക് ഡസ് ഇറ്റ് ഹാവ് എനി റിലേഷൻ? യെസ്, ഇറ്റ് ഹാസ് എ റിലേഷൻ. അതായത് HI/HO ഈക്വൽ ടു V/U. ഇവിടെ ഞാൻ ഒരു സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാതെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു പരീക്ഷണത്തിലൂടെ ചെയ്തു കഴിഞ്ഞ് നമ്മൾ റേ ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യണ്ട. കുറേ കുട്ടികൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ ടെൻഷനാണ്. ഇതെല്ലാം പഠിക്കേണ്ടതാണ്, അതെല്ലാം വരച്ച് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. ഒന്നുമില്ല.
ഇത് ഒന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് അതായത് നമ്മൾ അത് തെളിയിക്കണമല്ലോ, തെളിയിക്കാൻ വേണ്ടി ഒരു റേ ഡയഗ്രാം. നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് സിമിലാരിറ്റി അക്കോർഡിംഗ് ടു സിമിലർ ട്രയാങ്കിൾസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? സിമിലർ ട്രയാങ്കിൾസ്. അപ്പോൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് സിമിലർ ട്രയാങ്കിൾസിന് അപ്പം എന്താണ് റേഷ്യോ ഈക്വൽ ആയിരിക്കും. അതായത് IM/OB. ഇത് കണ്ടോ, ഇതൊരു ട്രയാങ്കിളാണ്. അതായത് നമ്മൾ BPO ഇത് കണ്ടോ, ഇതൊരു ട്രയാങ്കിളാണ് കേട്ടോ. BPO ട്രയാങ്കിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. OBP എന്നാണ് പേരിട്ടേക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ OBP. അതുപോലെ വേറൊരു ട്രയാങ്കിൾ ഉണ്ട് IMP. ഇത് കണ്ടോ, OBP പോലെ തന്നെ IMP. ആദ്യത്തേതായിരുന്നു OBP. ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾ. അപ്പോൾ ഇതിനെ നമ്മൾ അതിൻ്റെ സിമിലർ ട്രയാങ്കിൾ ആകുമ്പോൾ അതിൻ്റെ റേഷ്യോ ഏതാ റേഷ്യോ? IM-ഉം OB-യും തമ്മിലുള്ള റേഷ്യോ അതാണിത്, IM/OB. ഇതും അതുപോലെ IP/OP. ഏതാ IP/OP? ഇത് IP അല്ലേ? ഈ ഡിസ്റ്റൻസ് OP. അപ്പോൾ IP/OP ഈക്വലാണ്. നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എന്താ IM? ഹൈറ്റ് ഓഫ് ദ ഇമേജ്. എന്താ OB? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇതല്ലേ ഈ കിടക്കുന്നതാണ്. ഇതാണ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇതാണ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് IM. ഇതാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് OP. ഓക്കെ. ഇതാണ് ഇമേജ് ഡിസ്റ്റൻസ് IP. അതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇമേജ് ഡിസ്റ്റൻസിനെ V കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് OP-നെ U കൊണ്ടാണ്. അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതി? HI/HO = V/U ആണെന്ന് എഴുതി. ഞാൻ നേരത്തെ ഇവിടെ എഴുതിയതായിരുന്നു അല്ലേ? HI/HO V/U ആണെന്ന് എഴുതി കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? സമർത്ഥിച്ചു. അതായത് നമ്മൾ തെളിയിച്ചു. റേ ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ HI/HO-യും V/U ആണ് തെളിയിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം അല്ലേ? സൈൻ കൺവെൻഷൻ. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. ഹൈറ്റ് ഓഫ് ദ ഇമേജ് നെഗറ്റീവ്, താഴേക്കാണ്. അതുപോലെ U നെഗറ്റീവ്, V നെഗറ്റീവ്. കാരണം എന്താണ്? കോൺകേവ് മിററാണ്, റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജ് അതായത് HI നെഗറ്റീവ് ആണെങ്കിൽ Vയും നെഗറ്റീവ് ആയിരിക്കും. ഇതെടുത്താൽ മതിയല്ലോ, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഈ ഡിസ്റ്റൻസ്, ഈ ഇടതുവശത്തുള്ള എല്ലാ മെഷർമെൻറ്റും നെഗറ്റീവാണ്. എല്ലാ മെഷർമെൻ്റ് എന്ന് ഉദ്ദേശിക്കുമ്പം ഒബ്ജക്റ്റ് അല്ല കേട്ടോ, ഇതല്ല, ഇത് മുകളിലേക്കുള്ളതല്ല. ഇത് പോസിറ്റീവ് ആയിരിക്കും. ഇത് പോസിറ്റീവാണ്. ബാക്കിയുള്ളത് IM ഇത് നെഗറ്റീവ്, അതുപോലെ PO ഇതെല്ലാം നെഗറ്റീവാണ്. അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഒക്കെ നെഗറ്റീവാണ് കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് നോക്കിയതിനെല്ലാം സൈൻ കൺവെൻഷൻ കൊടുക്കുമ്പോൾ നോക്കുക. HI നെഗറ്റീവ് കൊടുത്തു, HO പോസിറ്റീവ് കൊടുത്തു, Vക്ക് നെഗറ്റീവ് കൊടുത്തു, U നെഗറ്റീവ് കൊടുത്തു. അങ്ങനെ നമുക്ക് ഈ നെഗറ്റീവ് നെഗറ്റീവും പോസിറ്റീവ് ആയതുകൊണ്ട് ഈ നെഗറ്റീവ് ഇവിടെ നമ്മൾ പോസിറ്റീവ് സൈൻ ഇടുന്നില്ലെങ്കിലും അത് ക്യാൻസലായി. അങ്ങനെ -HI/HO = V/U കിട്ടി. നമുക്ക് വേണ്ടിയത് എന്താണ്? നമ്മുടെ ജനറൽ ഇക്വേഷൻ ഏതാണ്? മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ ഇതാണ്. M = HI/HO. HI/HO ആണ്. ഓക്കെ. ഇവിടെ അപ്പം HI/HO എന്തായിരിക്കും? -V/U ആണ് കേട്ടോ. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കാനൊന്നുമില്ല. അത് ഈ സൈൻ ഇങ്ങോട്ട് മാറ്റിയാൽ മതി. അല്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടെ നമ്മൾ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആവുകയല്ലേ? അതുപോലെ ഈ ഈക്വൽ സൈൻ്റെ ഇടത്ത് വശത്ത് നമ്മൾ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വലത്ത് വശത്തും മൾട്ടിപ്ലൈ, അപ്പോൾ ഇവിടെ മൈനസ് വന്നു. അങ്ങനെയാണ് നമുക്ക് HI/HO എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്ത് കിട്ടുന്നത്? -V/U. അപ്പോൾ ഇതാണ് മാഗ്നിഫിക്കേഷൻ കേട്ടോ. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളിത് പഠിക്കണം കേട്ടോ. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് / ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ് പഠിക്കണം. അത് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? -V/U ആയിട്ട് റിലേറ്റഡ് ആണ്. ഇത് കോൺകേവ് മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ ആണ്, മറക്കരുത് കേട്ടോ. മാഗ്നിഫിക്കേഷന് യൂണിറ്റ് ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് 2 പ്രോബ്ലമാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിക്കാം. ഇതാ ഞാൻ നിങ്ങൾക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ അടുത്ത ഡിസ്കഷൻ. അപ്പോൾ ഓക്കെ, താങ്ക് യു.